നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക്കിനെതിരെ ED അന്വേഷണത്തിന് വഴി തുറന്നത് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അതിവേഗ റിപ്പോർട്ടാണ്. 8 മാസം അനുവദിച്ചിരുന്നെങ്കിലും 2 മാസം പോലും തികയും മുമ്പ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ ചൊവ്വാഴ്ച ED കേസെടുക്കുകയായിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണത്തിൽ വീണയ്ക്ക് പണം കൈമാറിയത് സേവനത്തിനാണെന്നുള്ള രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. ROC റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിയമത്തിലെ സെക്ഷൻ 210 പ്രകാരം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം 3 ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചു. തുടരന്വേഷണം വേണമെന്നുള്ള ഇവരുടെ ശുപാർശ പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെയുള്ള SFIO അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ജനുവരി 31 ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ 6 അംഗ അന്വേഷണ സംഘത്തെ നിയമിച്ചു. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രേഖകൾ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ രേഖകൾ എന്നിവ പരിശോധിച്ച ശേഷം സംഘം കമ്പനികളിലും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ഓഫീസ് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. നിയമപ്രകാരം SFIO പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താൽ സ്വമേധയാ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചോ EDക്ക് കേസെടുക്കാം. ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിനായതിനാൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കേസെടുത്തതെന്നാണ് സൂചന.